എടി തള്ളേ എന്നൊരു മകള് പെറ്റ തള്ളയോട് വിളിച്ചു കഴിഞ്ഞാൽ ആ പെറ്റ തള്ളയ്ക്ക് എന്താ ഉണ്ടാവുക? നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ 9 വയസ്സായിട്ടുള്ളൊരു പെൺകുട്ടി സ്വന്തം അമ്മയെ വിളിക്കുന്നു അമ്മ എന്നല്ല, എടി തള്ളേ എന്നുള്ളത്. മാത്രമല്ല, ഈ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം 6 വർഷമാണ്. ഇപ്പോൾ ഈ അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഡിപ്രഷനാണ്, കടുത്ത ഡിപ്രഷൻ. ഉറക്കമില്ല, ഭക്ഷണം കഴിക്കണ്ട, ഒന്നിനോടും താല്പര്യമില്ല. ഈ അമ്മയും മകളും എന്നും വഴക്കാണ്. ഈ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ അമ്മയെ ഇഷ്ടമല്ല, അമ്മയോട് കടുത്ത വൈരാഗ്യമാണ്. എന്നാൽ അച്ഛമ്മയുണ്ട്, അച്ഛമ്മയോട് വളരെ സ്നേഹമാണെന്നുള്ളത്. അപ്പം അമ്മയ്ക്ക് ചില സമയങ്ങളിൽ എന്താണ് മകൾ ഇങ്ങനെ പെരുമാറുന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ടാണ് അമ്മ ഒരു കൗൺസിലിങ്ങിൽ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് എൻ്റെ മകൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു ചോദിച്ചപ്പോൾ, ഈ മകളെ പ്രഗ്നൻ്റായി എന്ന് കേട്ട അന്ന് മുതലേ സ്വന്തം വയറ്റിൽ കിടക്കുന്ന ഈ കുട്ടിയെ വെറുക്കുകയാണ്, മനസ്സുകൊണ്ട് വെറുക്കുകയാണ്. ഈ കുട്ടിയെ എങ്ങനെയും നശിപ്പിക്കണമെന്ന് ഈ അമ്മയ്ക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി പല പണികളും പയറ്റിയെന്നാണ് ഈ അമ്മ തന്നെ പറയുന്നത് രഹസ്യമായിട്ട്. മാത്രമല്ല, എന്നും വെറുക്കും ഈ പെൺകുട്ടിയെ. ഈ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ എന്നും വെറുക്കും. അങ്ങനെ എങ്ങനെയൊക്കെയോ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമെങ്കിലും ഈ കുട്ടിയോട് സ്നേഹം കാണിക്കേണ്ടത്. കാരണം അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഗർഭിണിയാകാനും പ്രസവിക്കാനും ഒന്നും താല്പര്യമില്ലാത്തൊരമ്മയാണ്. കാരണം അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകാനൊന്നും ഈ അമ്മയ്ക്ക് താല്പര്യമില്ല. ഈ കുട്ടിയെ ഒന്ന് സ്നേഹിക്കണ്ടേ? ഇല്ല, വെറുപ്പോടുകൂടി അവജ്ഞയോടുകൂടിയാണ് ഈ കുട്ടിയെ സമീപിക്കുന്നത്. ഈ കുട്ടിക്ക് ഫീഡിങ് കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു സ്വന്തം മകളാണെന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണനയും കൊടുക്കാതെ വെറുത്തുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ 9 വയസ്സായി. ഒന്നാമതായി, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ വാണ്ടഡ് ആണെങ്കിലും അൺവാണ്ടഡ്, ഒരുപക്ഷെ ഗർഭമുണ്ടാകുന്നത് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അല്ലെങ്കിലും ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കുഞ്ഞ് അമ്മയുടെ വിചാരങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കും. അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമല്ല, അമ്മയ്ക്ക് എന്നെ വെറുപ്പാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൂടിയാണ്, ഈ ഒരു ചിന്തയോട് കൂടിയാണ് കുഞ്ഞ് ജനിക്കുന്നതും വളരുന്നതൊക്കെ തന്നെ. പിന്നീട് ആ കുഞ്ഞിനോടുള്ള സമീപനങ്ങളൊക്കെ തന്നെ കുഞ്ഞ് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല, അമ്മയ്ക്ക് എന്നോട് വെറുപ്പാണ്. ഈ വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കുഞ്ഞ് വളരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മയെ കുഞ്ഞിങ്ങനെ വിളിക്കുന്നത്. ഇത്ര 9 വയസ്സ് പ്രായമായിട്ടും എടി തള്ളേ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അതാണ്. അമ്മയെ സ്നേഹിക്കാൻ കുഞ്ഞിന് സാധിക്കുന്നില്ല, തിരിച്ചും ഇതാണ്. അപ്പോൾ ഗർഭിണിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിലും കുഞ്ഞിനെ സ്നേഹിക്കുക, മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക എന്നുള്ളത്. അത് ചെയ്യാത്തതിൻ്റെ ഫലമാണ് ഈ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അസ്വസ്ഥതയ്ക്ക് പ്രധാനപ്പെട്ട കാരണം.